പ്രകാശന ചടങ്ങിന് ശേഷം ഇവിടെ നാടൻ പാട്ടുണ്ട്. അത് കേൾക്കുന്നതിനും ആസ്വദിക്കുന്നതിനും എല്ലാവരും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനന്തവാടി നഗരസഭയിലെ പ്രകടന പത്രികയാണ് ഇവിടെ മാനന്തവാടിയുടെ പൗരാവലിയുടെ ഒരു പരിച്ഛേദം പ്രകാശനം ചെയ്തത്. ഇതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് മാറണം മാനന്തവാടി, കരുത്താകണം LDF എന്നാണ്. മാനന്തവാടിയെ സംബന്ധിച്ച് നമുക്കറിയാം, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പടപൊരുതി വീരമൃത്യു വരിച്ച പഴശ്ശിരാജയുടെ നാടാണ് മാനന്തവാടി. പഴശ്ശിരാജയോടൊപ്പം നിന്ന് പടപൊരുതിയ ഗോത്രവർഗ പോരാളികൾ, തലക്കൽ ചന്തുവടക്കമുള്ള അനേകായിരം രക്തസാക്ഷികളുടെ മണ്ണാണിത്. സമരങ്ങളുടെ വേലിയേറ്റങ്ങൾ നിറഞ്ഞ ഒരു ഭൂമി, ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള ഒരു മണ്ണ്, കർഷകരെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചരിത്രപരമായി നേതൃത്വം കൊടുത്ത ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ മാനന്തവാടി നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതുണ്ട്. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയും ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്, പ്രകടന പത്രികയിലുള്ളത്. കേരളത്തോടൊപ്പം വളരുന്ന ഒരു മാനന്തവാടി എന്നുള്ളതാണ് ഇതിന് കൊടുത്തിട്ടുള്ള പേര്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണമെന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. കേരളം 10 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത മാറ്റമാണ് ഉണ്ടായത്. അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമായി മാറി. 64,006 കുടുംബങ്ങളെ ഐക്യരാഷ്ട്രസഭയുടെ, നീതി ആയോഗിന്റെ, സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ തുടർച്ചയായ ഇടപെടലുകളിലൂടെ, ശാസ്ത്രീയമായി കണ്ടുപിടുത്തത്തിലൂടെ, സൂക്ഷ്മതല പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവന്ന നാടാണിത്. 4,71,442 പേർക്ക് ഭവനം നൽകിയ നാടാണിത്. അതാണ് സമാനതകളില്ലാത്ത വികസനം എന്ന് പറഞ്ഞത്. 10 വർഷമായി കേരളത്തിൽ പെൻഷൻ മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. മുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, വർദ്ധിപ്പിച്ച 2000 രൂപയുടെ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 10 വർഷമായി കേരളത്തിൽ സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2000-ലേറെ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചപ്പോൾ അതടക്കം തുറന്നു പ്രവർത്തിച്ച ഒരു നാടാണ് കേരളം. 10 വർഷമായി പവർ കട്ടില്ലാത്ത നാടാണ് കേരളം. 10 വർഷമായി റേഷൻ മുടങ്ങാത്ത നാടാണ് കേരളം. 10 വർഷമായി ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത നാടാണ് കേരളം. 10 വർഷമായി പാഠപുസ്തകങ്ങൾ കൃത്യമായി സ്കൂളിൽ എത്തിക്കുന്ന നാടാണ് കേരളം. 10 വർഷമായി യൂണിഫോം വളരെ കൃത്യമായി കുട്ടികളുടെ കൈകളിലേക്ക് എത്തിക്കുന്ന നാടാണ് കേരളം. പാഠപുസ്തകങ്ങൾ കൃത്യമായി കുട്ടികളിൽ എത്തിക്കുന്ന നാടായി മാറി കേരളം. പൊതുമേഖല വ്യവസായങ്ങൾ 10 വർഷമായി കേരളത്തിൽ പൂട്ടിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ലാഭകരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. 10 വർഷമായി നിയമനങ്ങൾ നടക്കുന്ന, പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നിയമനങ്ങൾ നടക്കുന്ന ഇന്ത്യയിലെ ഏക നാട് കേരളമാണ് എന്നുള്ളതാണ് പ്രത്യേകത. ആരോഗ്യരംഗത്ത് വികസിത രാജ്യങ്ങളോടൊപ്പം എല്ലാ തരത്തിലുമുള്ള മേന്മകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേരളം. തീരദേശ റെയിൽവേ, മലയോര ഹൈവേ, തുരങ്കപാത,